ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള മീൻ വറുത്താൻ റെസിപ്പി ആയിട്ടാ. നമുക്ക് വീഡിയോയിൽ കിടക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 കുരുമുളക് ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് മല്ലിപ്പൊടി എപ്പോഴും നല്ലതാണ് മീൻ വറുത്തതിൽ മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റമായ റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ റവയായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി നമ്മൾ മീൻ വറക്കാം കേട്ടോ. സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റവ ഇടുമ്പോഴത്തെ കാര്യം കേട്ടോ. റവ ഇടുമ്പോൾ നമ്മൾ മീനിനനുസരിച്ച് വേണം ഇടാൻ. ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇട്ട്, ഒരുപാട് മീനൊക്കെ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും മീൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേപ്പൽ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴാട്ടോ. എന്നാലും ഇതിലേക്ക് വേപ്പലിൻ്റെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. അത് മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റാണ്. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഞാനിപ്പോൾ മീനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയുമാണ്, സോഫ്റ്റുമാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബായ്.